സ്നേഹരാഗം ഭാഗം 22. ആരാ മോനെ വിളിച്ചത്? ജാനു ചോദിച്ചു. അത് നന്ദു ആണമ്മേ, ബാക്കി ഞാൻ വന്നിട്ട് പറയാം. അവൻ റെഡിയാകാനായി മുറിയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഒരു ഷർട്ട് എടുത്തിട്ടു. പിന്നെ മുടിയൊന്ന് ചീകിയൊതുക്കി. അവൻ തിരിച്ചിറങ്ങുമ്പോഴും അമ്മ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മേ, ഞാനിപ്പോൾ വരാം, അവൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ആ വീടിൻ്റെ ഉമ്മറത്തെത്തും വരെ ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നീതു ഏതോ ഒരു ബുക്കും പിടിച്ച് ഉമ്മറത്തിരുന്ന് വായിക്കുന്നുണ്ട്. എന്തിനാ നന്ദു വരാൻ പറഞ്ഞത്? ദേവൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അറിഞ്ഞൂടാ, എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളോടും ഒന്നും പറഞ്ഞിട്ടില്ല. നീതു എണീറ്റു. അനിത അടുക്കളയിലായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് നീതുമോൾ അടുക്കളയിലേക്ക് പോയി. അമ്മേ, ദേവേട്ടൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് വാ. എന്തൊക്കെയാണ് നന്ദേച്ചി പറയുന്നതെന്നറിയാലോ, അവൾ പറഞ്ഞു. ഇപ്പോൾ വരാം, ദേവൻ ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ പറഞ്ഞുകൊണ്ട് അനിത കപ്പിലേക്ക് ചായ പകർന്നു. നന്ദു എവിടെ? മുറിയിലാണോ? എന്നാൽ അവളോട് ചെന്ന് പറഞ്ഞേക്ക് അവൻ വന്നിട്ടുണ്ടെന്ന്. എന്താണാവോ അവളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? അത് അവനോട് പറയണോ അതോ നരേന്ദ്രമാമയോട് പറഞ്ഞാൽ മതിയോ എന്നാ ഞാൻ ആലോചിക്കുന്നത്, അനിത പറഞ്ഞു. അനിതയുടെ സഹോദരനാണ് നരേന്ദ്രൻ. ചേച്ചി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ്. അവൾക്ക് ദേവേട്ടനോട് പറയാനാണ് ഇഷ്ടമെങ്കിൽ അത് തടയണ്ട അമ്മേ. എന്താണ് പറയുന്നതെന്ന് നമുക്കും അറിയാലോ. അതും പറഞ്ഞ് നീതുമോൾ മുന്നിൽ നടന്നു. പിന്നാലെ ചായക്കപ്പുമായി അനിതയും അവളെ അനുഗമിച്ചു. നന്ദു വന്നില്ലേ? ഇല്ല, ദേവൻ പറഞ്ഞു. നീതു, നീ പോയി അവളെ വിളിച്ചുകൊണ്ടുവാ. മുറിയിൽ കയറി ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ, അനിത പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതു നന്ദനയെ വിളിക്കാനായി മുറിയിലേക്ക് പോയി. വാതിലിനടുത്തെത്തിയപ്പോൾ വെറുതെ ഒന്ന് തള്ളി നോക്കി. ചാരിയിട്ടേ ഉള്ളൂ. വാതിൽ തുറന്നവൾ അകത്തേക്ക് കയറി. നന്ദന ചെറുതായൊന്ന് മയങ്ങിയിരുന്നു. ഈ ചേച്ചിക്കിപ്പോൾ ഉറക്കം തന്നെയാണല്ലോ ഏതു നേരവും, അവൾ മനസ്സിലോർത്തു. നന്ദേച്ചി, ദേവേട്ടൻ വന്നിട്ടുണ്ട്. ആളോട് വരാൻ പറഞ്ഞിട്ട് ഇയാൾ കിടന്നുറങ്ങിയാലോ, എങ്ങനെ ശരിയാവും, അവൾ പറഞ്ഞുകൊണ്ട് നന്ദനയെ കുലുക്കി വിളിച്ചു. നന്ദന പതിയെ കണ്ണു തുറന്ന് ദേവേട്ടൻ എത്തിയോ എന്ന് തിരക്കി. എപ്പോഴേ, അവൾ പറഞ്ഞു. എന്ത് ഉറക്കാത്? നന്ദേച്ചിക്ക് ഇപ്പോൾ ഏത് സമയവും ഉറക്കം തന്നെയാണല്ലോ. വാ, എഴുന്നേൽക്ക്, അവൾ പറഞ്ഞു. ഞാൻ ഊണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അപ്പോൾ ഒന്ന് കിടക്കാന്നേ വിചാരിച്ചുള്ളൂ, അറിയാതെ ഉറങ്ങിപ്പോയി, അവൾ ക്ഷമാപണം കണക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. നന്ദന വാഷ് ബേസിനടുത്തെത്തി ഒന്ന് മുഖം നന്നായി കഴുകി. പിന്നെ ടവൽ വെച്ച് അമർത്തി തുടച്ചു. തൻ്റെ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങളാണ് താൻ ഇവിടെ പറയുന്നത് എന്നവൾ മനസ്സിലുറപ്പിച്ചു. അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്നത് ഒരു വിഷയമല്ല. പക്ഷേ അമ്മ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. അതിനെയും താൻ മറികടക്കും. നിശ്ചയദാർഢ്യത്തോടെ നന്ദന ഒരു നിമിഷം കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം നോക്കി നിന്നു. പിന്നെ പതിയെ പുറത്തിറങ്ങി. ഹാളിലെത്തിയപ്പോൾ ദേവൻ ചായയും കുടിച്ചിരിപ്പുണ്ട്. അനിത അവനോട് എന്തൊക്കെയോ പരിഭവങ്ങൾ പറയുന്നുണ്ട്. അവൾ ഹാളിലെത്തിയപ്പോൾ ദേവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. അവൾ അനിതയുടെ അരികിലായി വന്നിരുന്നു. എന്താ നന്ദു പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ചായ കുടിക്കുന്നതിനിടയിൽ ദേവൻ ചോദിച്ചു. അത് പിന്നെ ദേവേട്ട, എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതിന് ദേവേട്ടൻ്റെ സഹായം കൂടിയേ തീരൂ എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നന്ദന പറഞ്ഞു. അവൾ എന്താണ് പറയുന്നതെന്നറിയാൻ അനിതയും നീതുമോളും ഉത്കണ്ഠയോടെ അവളെ തന്നെ നോക്കി. എനിക്കൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കി തരുമോ, അവൾ പറഞ്ഞു തുടങ്ങി. എന്തേ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ? ദേവൻ തെല്ല് ആശ്ചര്യത്തോടെ ചോദിച്ചു. എനിക്ക് അർജുനേട്ടനുമായി ഒത്തുപോകാൻ കഴിയില്ല. എനിക്കതിൽ നിന്നും ഒരു മോചനം വേണം. പെട്ടെന്നുള്ള അവളുടെ പ്രതികരണം കണ്ടപ്പോൾ നീതു ഒന്ന് അമ്പരന്നു. തൻ്റെ ചേച്ചിക്ക് ഇത്രയും ധൈര്യത്തിലൊക്കെ സംസാരിക്കാൻ കഴിയുമോ എന്നവൾ അത്ഭുതപ്പെട്ടു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അഡ്വക്കേറ്റിനെ ഒന്നും പരിചയമില്ല. പിന്നെ അങ്ങനൊന്നും പോയി സംസാരിച്ച ശീലവുമില്ല. ദേവേട്ടനെ പോലെ ഒരാൾ കൂടെയുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു തോന്നൽ, അവൾ പറഞ്ഞു. നീ എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? തലയ്ക്ക് വെളിവില്ലാതെയായോ? നിന്റെ ജീവിതം വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന വല്ല ബോധവും നിനക്കുണ്ടോ? അനിത ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ആർക്കും അറിയില്ല. അതെല്ലാം അനുഭവിച്ച എനിക്കേ അറിയൂ. അടികൊള്ളാനോ ചീത്ത കേൾക്കാനോ മടിയൊന്നുമില്ല താനും. എന്നാൽ അതിനേക്കാൾ ഉപരിയായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അമ്മയ്ക്ക് ചിലപ്പോൾ എൻ്റെ വേദന മനസ്സിലാകില്ല. എന്നാൽ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാൻ ദേവേട്ടന് കഴിയും, അവൾ പറഞ്ഞു നിർത്തി. ചേച്ചിക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് ചെയ്യട്ടെ അമ്മേ. അവരവരുടെ ജീവിതം എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാൻ നമുക്ക് തന്നെ കഴിയണം, അവൾ നന്ദനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു.
ദേവന്റെ മനസ്സിൽ അവളുടെ വാക്കുകൾ എവിടെയോ പ്രതീക്ഷയുടെ ചെറുതിരി നീട്ടി. ഇരുട്ടു പകർന്ന ഹൃദയത്തിൽ വെളിച്ചം നിറയുന്നത് പോലെ തോന്നി. അനിതയ്ക്ക് ആകെ തളർച്ച തോന്നി. എന്തൊക്കെയാണ് അവൾ വിളിച്ചു പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലായില്ല. ഞാൻ എല്ലാ പ്രതീക്ഷയോടും കൂടി എൻ്റെ ആഗ്രഹങ്ങളെ മൂടിവെച്ച് സന്തോഷത്തോടെ തന്നെയാണ് അർജുനേട്ടൻ്റെ ഭാര്യയായത്. എന്നാൽ അർജുനേട്ടന് ഞാൻ വെറുമൊരു പെണ്ണായിരുന്നു, അനേകം പേരിൽ ഒരാളായിരുന്നു. മരണം വരെ ആ വീട്ടിൽ അർജുനേട്ടൻ്റെ ഭാര്യയായി കഴിയണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ അർജുനേട്ടൻ വേറെ ലോകത്തായിരുന്നു. അവിടെ ഈ നന്ദനയില്ല എന്ന് വൈകിയാണെങ്കിലും എനിക്ക് മനസ്സിലായി. ഇനി എന്തായാലും മുന്നോട്ടു പോകാൻ ഞാനില്ല. ദേവേട്ടന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകണം, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നന്ദനയുടെ ആ തീരുമാനത്തിൽ നീതു ഒരുപാട് സന്തോഷിച്ചു. ഇതൊക്കെ കാണാൻ എന്നെ എന്തിനാ ഈശ്വര ഇങ്ങനെ ഇട്ടേക്കുന്നത്? കരച്ചിലോടെ അനിത വിലപിച്ചു. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അനിത പറഞ്ഞു. എനിക്കൊരാളെ പരിചയമുണ്ട്, അഡ്വക്കേറ്റ് അരുൺ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷന് കണ്ടുമുട്ടിയപ്പോൾ നമ്പർ തന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഞാൻ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് നന്ദുവിനെ വിളിച്ചു പറയാം. അവൻ ഏറ്റു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ചേച്ചിക്ക് ഈ അഭിപ്രായം നേരത്തെ ആകാമായിരുന്നു, നീതു പറഞ്ഞു. നേരെയാവുമെന്ന് കരുതി ഞാൻ ക്ഷമിച്ചതാ മോളെ. ഇതിപ്പോൾ എന്നെക്കുറിച്ച് വേറൊരാളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാനായില്ല, നന്ദന പറഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് നിന്നോടായി ഒരു കാര്യം പറയാനുണ്ട്, നന്ദന പറഞ്ഞു. നീതു അപ്പോൾ അവളുടെ മുറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കുകയായിരുന്നു. നന്ദന പറഞ്ഞത് കേട്ടപ്പോൾ പുസ്തകങ്ങൾ അവിടെ വെച്ച് നീതു നന്ദനക്കരികിലിരുന്നു. നീതുവിൻ്റെ മുറിയിലായിരുന്നു രണ്ടുപേരും. എന്താ ചേച്ചി പറയാനുണ്ടെന്ന് പറഞ്ഞത്? നീതുമോൾ ചോദിച്ചു. അത് നീ ഇതൊന്നും ഒരിക്കലും അമ്മയോട് പറയരുത്. അമ്മയ്ക്കിത് സഹിക്കാനാവില്ല. ചേച്ചി ഒന്ന് പറയുന്നുണ്ടോ? നീതുവിൽ ആകാംക്ഷ കൂടി. എനിക്കല്ല, അർജുനേട്ടനാണ് അവിഹിതമുള്ളത്. അവൾ പറയുന്നത് കേട്ട് നീതു വാ പൊളിച്ചു നിന്നുപോയി. പല രാത്രികളിലും അർജുനേട്ടൻ്റെ അടക്കിപ്പിടിച്ച സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നും എന്നോട് എന്തോ അകൽച്ച പോലെയാണ്. എന്നാൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഒരിക്കൽ അവ്യക്തമായി ഒരു പേര് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നാൽ എന്നെ തല്ലിയ, എന്നെ വേണ്ടാന്ന് പറഞ്ഞ ആ ദിവസം എനിക്ക് അർജുനേട്ടൻ്റെ ഫോൺ നോക്കാൻ ഒരവസരം കിട്ടി. ഞാൻ വാട്സാപ്പ് നോക്കുമ്പോൾ ഒരു നമ്പറിൽ നിന്നും ഒരുപാട് മെസ്സേജുകളും വോയിസുകളും ഫോട്ടോസും എല്ലാം വന്ന് നിറഞ്ഞു കിടന്നിരുന്നു. പിന്നീട് താൻ ആ ഫോണിൽ കണ്ട കാഴ്ചകൾ എല്ലാം നന്ദന നീതുമോളോട് പറഞ്ഞു കൊടുത്തു. നീതുമോൾക്ക് ശരിക്കും കരച്ചിൽ വന്നു. തൻ്റെ ചേച്ചി ഇത്രയൊക്കെ അനുഭവിച്ചിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. ചേച്ചി എന്നും വിളിച്ച് അവൾ നന്ദനയെ കെട്ടിപ്പിടിച്ചു. ഒരു ആശ്വാസത്തിനെന്ന പോലെ നന്ദന അവളെ ഇറുകെ പിടിച്ചു. വിവേക് ഉള്ളതുകൊണ്ട് തന്നെ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് പ്രഭാവതി. പൂജയും സഹായിച്ചിരുന്നു. അവനിഷ്ടപ്പെട്ടതെല്ലാം ഒരുക്കി വെച്ചു. പാലട കൊണ്ട് പായസവും എല്ലാം ഉണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ടേബിളിൽ വന്നിരുന്നു. പൂജ ഇവമോൾ വാശി പിടിച്ചതുകൊണ്ട് തന്നെ അവളെ ഉറക്കാനായി മുറിയിലേക്ക് പോയി. ഏട്ടൻ ലീവ് എടുത്തിരിക്കുകയാണല്ലേ? വിവേക് ചോദിച്ചു. അതെ, ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്തായാലും തിങ്കളാഴ്ച ഞാൻ പോകും, അർജുൻ പറഞ്ഞു. അച്ഛൻ ഭക്ഷണം കഴിച്ചോ അമ്മേ? അവൻ അന്വേഷിച്ചു. ഉവ്, ഞാനിപ്പോൾ കൊടുത്തു വന്നേയുള്ളൂ, പ്രഭാവതി പറഞ്ഞു. അമ്മേ, ഏട്ടത്തി എന്തിനാ ശരിക്കും പോയത്? എന്താ സംഭവിച്ചത്? വിവേക് ചോദിച്ചു. ഒന്നും പറയാതിരിക്കുന്നത് ഭേദം, പ്രഭാവതി നന്ദനയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഇതിന് മാത്രം ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തത്? വിവേകിൻ്റെ ചോദ്യം കേട്ടപ്പോൾ പ്രഭാവതിക്ക് കലി വന്നു. ഓഫീസിലെ ആളുമായി അവിഹിതത്തിലായിരുന്നു അവൾ. ഞാനും പൂജയും കൂടി അത് കൈയോടെ പിടിച്ചു, അവർ പറഞ്ഞു. എന്നിട്ട് നന്ദനയും പ്രകാശും ഹോസ്പിറ്റലിൽ വന്ന മുതലുള്ള കാര്യങ്ങൾ എല്ലാം അവർ വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ വിവേകിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഓഫീസിൽ നിന്നും ഒരാളുടെ കൂടെ വന്നത് കണ്ടിട്ടാണോ അവർ തമ്മിൽ അവിഹിതമുണ്ടെന്ന് പറയുന്നത്? വിവേക് ചോദിച്ചു. അതുകൊണ്ട് മാത്രമല്ല, കൂടെയുണ്ടായിരുന്ന ആളുടെ സംസാരവും അവളോടുള്ള ആ സ്നേഹവും എല്ലാം കണ്ടുകൊണ്ട് തന്നെയാ പറയുന്നത്. നിനക്കിത് നിസ്സാരമായിരിക്കും. അത് നീ പുറത്തേക്ക് പോയി പഠിച്ചതുകൊണ്ടാ. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവൻ്റെ നിസ്സാരമട്ടിലുള്ള ഇരിപ്പ് കണ്ടപ്പോൾ അവർ പറഞ്ഞു. ഏട്ടാ, ഏട്ടനും ഇത് വിശ്വസിച്ചോ? ഏട്ടൻ ഈ നൂറ്റാണ്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? അവൻ ചോദിച്ചു. എനിക്ക് അമ്മ പറയുന്നത് അവിശ്വസനീയമായി തോന്നിയില്ല, അർജുൻ പറഞ്ഞു. കഷ്ടം. ഈ ഏട്ടൻ്റെ ഒരു കാര്യം, ആദ്യം ഏട്ടത്തിയെ മനസ്സിലാക്കുകയെങ്കിലും ചെയ്യ്, അവൻ പറഞ്ഞു.
നമുക്കീ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അതും പറഞ്ഞ് അർജുൻ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ എണീറ്റ് കൈകഴുകാനായി പോവുകയും ചെയ്തു. അമ്മ ഇതത്ര നിസ്സാരമായി കാണരുത്. ഇതവരുടെ ജീവിത പ്രശ്നമാണ്, വിവേക് പറഞ്ഞു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അവളുടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ഇനി അർജുൻ അവളെ കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല, അവർ പറഞ്ഞുകൊണ്ട് എണീറ്റു. അപ്പോഴേക്കും പൂജ ഇവമോളെ ഉറക്കിക്കൊണ്ട് അവിടെ എത്തി. നീയും അമ്മയുടെ കൂടെ കൂടിയിരിക്കുകയാണോ? നിന്റെ പോലെ തന്നെ ഒരു പെണ്ണാണ് ഏട്ടത്തിയും. ഏട്ടത്തി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും പറഞ്ഞ് വിവേക് എണീറ്റു. അവൻ കൂടെ പോയപ്പോൾ പൂജ തനിച്ചായി. വിവേക് പറഞ്ഞതിലും കാര്യമില്ലേ എന്നവൾക്ക് തോന്നി. താൻ അമ്മയുടെ കൂടെ കൂടി തനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം സ്ഥാപിക്കേണ്ടിയില്ലായിരുന്നു എന്നവൾക്ക് തോന്നി. ചോറെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ അവൾക്കൊരു കുറ്റബോധം തോന്നി. ഒന്നും വേണ്ടായിരുന്നു, അവൾ മനസ്സിലോർത്തു. നീതുമോൾ വന്ന് ചായ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നന്ദന മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ബുക്കുകളെല്ലാം അടുക്കി വെക്കുകയായിരുന്നു അവൾ. ഹാളിലെത്തിയപ്പോൾ നീതു കോളേജിൽ നിന്നും വന്ന് ചായയും എടുത്ത് സെറ്റിയിലിരിപ്പുണ്ട്. നന്ദന ചെന്ന് ചായ ഗ്ലാസ്സിലേക്ക് പകർന്നു. അവിൽ നനച്ചത് ഉണ്ടായിരുന്നു. അതും ചായയുമായി അവൾ ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്നു. നല്ല ഇളം കാറ്റ് അവളുടെ മുടിയിഴകളെ തലോടുന്നുണ്ടായിരുന്നു. അവൾ ഫോണെടുത്ത് ഒരു നിമിഷം ചിന്തിച്ചു. അജിതയുടെ നമ്പറിലേക്ക് വിളിച്ചു. അവൾ ഇന്നലെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ മനസ്സ് ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ച് നന്ദന ഫോൺ എടുത്തിരുന്നില്ല. അവളുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയായിരുന്നു. 1-2 റിങ് അടിച്ചപ്പോഴേക്കും അജിത ഫോൺ എടുത്തു. ഞാൻ കുറേ നേരമായി നിന്നെ വിളിക്കുന്നു, നീ എടുത്തതേ ഇല്ലല്ലോ. ഫോൺ എടുത്ത ഉടനെ അജിത പറഞ്ഞു. ഫോൺ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ, നന്ദന പതിയെ പറഞ്ഞു തുടങ്ങി. നീ അർജുനേട്ടൻ്റെ കൂടെയാണോ? എറണാകുളത്തിന് പോയോ? പ്രകാശ് സാർ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരുപാട് ചോദ്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിൽ അജിത ചോദിച്ചു. ഞാൻ അർജുനേട്ടൻ്റെ കൂടെയില്ല, എൻ്റെ വീട്ടിലാണ്. അച്ഛൻ ഇപ്പോൾ കുഴപ്പമില്ല, വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, നന്ദന മറുപടി പറഞ്ഞു. അപ്പോൾ നിന്നെ കൊണ്ടുപോയില്ലേ? നിന്റെ വീട്ടിലേക്ക് നീ എപ്പോൾ പോയി? അവൾ വീണ്ടും ചോദ്യങ്ങളുടെ കെട്ടഴിച്ചു. എല്ലാം ഞാൻ പറയാം. നാളെ സൺഡേ അല്ലേ, ഹബ്ബില്ലല്ലോ, നമുക്കൊന്ന് കാണാം. നിങ്ങൾ വരുമോ? നന്ദന ചോദിച്ചു. വരാം. നാളെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നീ അഞ്ജുവിനോട് ചോദിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല, ഒന്ന് വിളിച്ചു നോക്കാം, നന്ദന പറഞ്ഞു. എന്നാൽ രാവിലെ ഒരു 11 മണിയാവുമ്പോൾ PR ബേക്കറിയുടെ അവിടേക്ക് വാ, എന്നിട്ട് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്, അജിത പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാം, നന്ദന ഏറ്റു. അഞ്ജുവിനെ വിളിച്ച് ഞാൻ പറയാം, അജിത പറഞ്ഞു. ശരി, എന്നാൽ നാളെ കാണുമ്പോൾ ബാക്കി പറയാം. അങ്ങനെ അവരുടെ സംസാരം അവർ ഒത്തുചേരാം എന്ന വാക്കോടെ അവസാനിപ്പിച്ചു. രാത്രി വൈകിയാണ് അർജുൻ എത്തിയത്. എല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നു. അവനുള്ളത് അടച്ചു വെച്ചിട്ടുണ്ട്. പ്രഭാവതി വന്ന് വാതിൽ തുറന്നപ്പോൾ ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയിൽ അർജുൻ നിൽപ്പുണ്ട്. അവർക്ക് തൻ്റെ മകൻ്റെ പോക്കിൽ പന്തികേട് തോന്നി. എല്ലാവരും കഴിച്ച് കിടന്നു. നിനക്കുള്ളത് ടേബിളിൽ അടച്ചു വെച്ചിട്ടുണ്ട്, കുളിച്ചു വന്ന് കഴിച്ചോ, ഉറക്കച്ചടവോടെ പ്രഭാവതി പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ സനലിൻ്റെ കൂടെ കഴിച്ചു, കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ഈയിടെയായി നീ കൂട്ടുകൂടി ഒരുപാട് കഴിക്കുന്നുണ്ട്, ഇതൊന്നും അത്ര നല്ലതല്ല, അവർ താക്കീതോടെ പറഞ്ഞു. അർജുൻ വേച്ച് തൻ്റെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തി വാതിലടച്ച് ഫോൺ ബെഡിലേക്കിട്ട് കുറച്ചു നേരം വേഷം പോലും മാറാതെ കിടന്നു. പിന്നെ പതിയെ എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. ഷവർ തുറന്ന് തലയിലൂടെ വെള്ളമൊഴിച്ചു. കുറേ സമയം വെള്ളത്തിനടിയിൽ നിന്നു. നന്നായി തലയിൽ വെള്ളം വീണപ്പോൾ അവന് നല്ല ഒരു ഉണർവ് വന്നു. ടവൽ കൊണ്ട് മുഖവും കഴുത്തും നന്നായി തുടച്ച് വേഷം മാറി. മുടി ചീകാനായി തുടങ്ങിയപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ചീപ്പെടുത്ത് വെച്ച് അവൻ ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കിയപ്പോഴേക്കും ഫോണിൻ്റെ റിങ് ശബ്ദം അവസാനിച്ചിരുന്നു. ഉള്ളിലൊരു മൂളിപ്പാട്ടോടെ അവൻ ഫോണെടുത്ത് ഇങ്ങോട്ട് വന്ന നമ്പറിൽ തിരിച്ചടിച്ചു. റിങ് അവസാനിക്കുന്നത് വരെ അടിച്ചെങ്കിലും ആരും ഫോണെടുത്തില്ല. അതോടെ ഒരു നിരാശ അവൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. ഇനിയും തൻ്റെ ഫോൺ റിങ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ഫോണിലേക്ക് നോക്കി അവൻ ഇരുന്നു. എന്നാൽ ഫോൺ അടിക്കുന്നതിന് പകരം ഒരു സന്ദേശത്തിൻ്റെ ശബ്ദമാണ് അവനെ തേടിയെത്തിയത്. അവൻ ആകാംക്ഷയിൽ നോക്കിയപ്പോൾ വാട്സാപ്പിൽ ഒരു സന്ദേശം വന്നു കിടക്കുന്നു. അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുവന്ന ആ സന്ദേശം അത്യധികം സന്തോഷത്തോടെ അവൻ ഓപ്പൺ ചെയ്തു. ആ സന്ദേശത്തിൽ എന്താണെന്നറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി വാട്സാപ്പ് നമ്പറിൻ്റെ സ്ക്രീനിൽ അവൻ്റെ വിരൽ സ്പർശിച്ചു. അർജുന് പ്രിയപ്പെട്ട ആ മെസ്സേജ് ആരുടെയാണെന്നും എന്താണെന്നും അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.